ഷമാലിലേക്ക് പോയിട്ട് കുറച്ച് മീൻ മേടിക്കാനായിട്ട് ചെറിയ മാർക്കറ്റ് ഇട്ട ഷമാലി മീൻ മാർക്കറ്റ് പുതിയത്. അവിടെ ചെന്നപ്പോൾ ബിസ്ക്കറ്റ് ഷാഫി മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഷാഫി കുറച്ച് മേടിച്ച് നോക്കിയപ്പോൾ നിറയെ മീനുണ്ട്, എല്ലാം ഫ്രഷ്. ഇതേ കല്ലുമ്മക്കായ, ഹമ്മൂർ, കിങ് ഫിഷ്, എല്ലാത്തിൻ്റെ പേര് എനിക്കറിയില്ലേ. അപ്പോൾ കുറച്ചൊക്കെ അറിയാം പേരൊക്കെ, അല്ലാണ്ട് എല്ലാതും അറിയില്ല. ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്, കണവ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച്, ഇതാണ് നമ്മൾ മേടിച്ചത് ബിസ്ക്കറ്റ് ഷാഫി മേടിച്ച്. ഇതാണ് ബിസ്ക്കറ്റ് ഷാഫി എന്ന് പറയുന്നത്, ചെറിയതിനാണ് ബിസ്ക്കറ്റ് ഷാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി. ഹമ്മൂറുണ്ട്, 3 ഹമ്മൂർ പിടിച്ച്, വലിയ ഹമ്മൂർ. അതിൽ നല്ല നമ്മൾ ചെറുനാരങ്ങയും കല്ലുപ്പൊക്കെ ഇട്ട് ഒരു 3-4 കുത്തി വര, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുത്തി വര, ഉപ്പും പുളിയും പിടിക്കണ്ടേ. അപ്പോൾ കാരണം നമ്മൾ നല്ല ഡിസൈനിലായിട്ട് നല്ല കുത്തി വര ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്കുള്ള കല്ലുപ്പ്, മസാല സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നമ്മൾ അതിലേക്കൊക്കെ എല്ലാം പരട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇതിനെ പിടിച്ച് നമുക്ക് ഓവനിൽ കയറ്റണം. ചോറിനുള്ള അരി അവിടെ കഴുകി വെക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിരിക്കണ്. ഇനി ഇത് മസാല ഇട്ട് സെറ്റാക്കി, ഇനിയിപ്പോൾ അതിനെ ഒന്നും തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഇനി അവിടെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ച് പൊതിഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണ്. ഇനി അടുത്ത പരിപാടി, നമ്മൾ ഓവണൊക്കെ ചൂടായ ഓവണിലേക്ക് എല്ലാ 3 മീനും നമ്മൾ കയറ്റി അതിലേക്ക് കറക്റ്റ് ടെമ്പറേച്ചർ 200 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് കയറ്റി നമ്മൾ അത് ഓണാക്കി. അടുത്ത സലാഡ് സെറ്റായി കണ്ടില്ലേ. അടുത്തതാണ് നമ്മുടെ ഷാഫി ഫ്രൈ കഴിഞ്ഞു. മീൻ ഓവണിൽ വെച്ചിരുന്ന അത് സെറ്റായിട്ടുണ്ട്. ചോറ് ദമ്മ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും റെഡിയായി. അതിലേക്ക് നല്ല കുഷുബ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സാഫ്രാൻ വെള്ളം അങ്ങനെ വെച്ച് ലാസ്റ്റ് ഇതേപോലെ സെറ്റാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുഡ്. ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ എന്നിട്ടാന്നുള്ളത് അവർ കഴിച്ചിട്ട് പറയണം. ഓക്കെ.